എന്താണത്? അള്ളാഹു ഖുർആനിൽ പറയുന്നു 91 തവണ തൗഹീദി എന്ന പദം പറഞ്ഞുകൊണ്ട് അള്ളാഹു ഏകൻ മാത്രമാണ്, ആരാധന അവന് മാത്രമാണ്, പ്രാർത്ഥന അവനോട് മാത്രമാണ്, നേർച്ച അവന് മാത്രമാണ്, അറവ് അവന് മാത്രമാണ്, എല്ലാ ആരാധനകളുടെ ഇനങ്ങൾ അവനല്ലാതെ സൃഷ്ടികൾ ആർക്കും ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് 112 തവണ അള്ളാഹ് ഖുർആനിൽ പറയുന്നു ദുആ പ്രാർത്ഥന അള്ളാഹിനോടല്ലാതെ പാടുള്ളതേ അല്ല. ഇവിടെ ഒരു തവണ കേട്ടോളി, ഒരു തവണ ഇവിടെ നിങ്ങൾ അവിടുന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ അവിടെ അവർ ബുദ്ധി ഉപയോഗിച്ചപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിച്ചു, അല്ലേ? അള്ളാഹു അവരെ പരീക്ഷിച്ചു. എന്നിരിക്കുമ്പോൾ 112 തവണ ഖുർആനിൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള പറയുമ്പോൾ നാം സ്റ്റേജ് കെട്ടിയിട്ട് അങ്ങും ഇങ്ങും എന്താ പ്രാർത്ഥിച്ചാൽ വരാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ച് ചർച്ച ചെയ്യാൻ പാടുണ്ടോ? ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പം സംഭവിക്കുന്നതാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, അല്ലേ? എന്താണ് ഒരു മുസ്ലിമും ഒരു മമ്മദാജിയും ഒരു ശേഖരനും ചർച്ച ചെയ്യേണ്ട വിഷയം മമ്മദാജിയെ ചർച്ച ചെയ്യുന്നത്. ഒരു മുസ്ലിമും അമുസ്ലിമും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അമുസ്ലിമിൻ്റെ വാദം എന്താണ്? അമുസ്ലിമിൻ്റെ വാദം അയ്യപ്പാ ശരണാന്ന് പറയാ, യേശു ക്രിസ്തു കാക്കണെന്ന് പറയാം. മുസ്ലിമിൻ്റെ വാദം എന്താണ്? ഖുർആൻ പറയുന്നത് പാടില്ല എന്നാണ്, അല്ലേ? അപ്പോൾ മുസ്ലിമും അമുസ്ലിമും വാദിക്കേണ്ടതാണത്, പാടുണ്ടോ പാടില്ലേ. ഇപ്പോൾ ആരാ ഈ ചർച്ച ചെയ്യുന്നത്? മുസ്ലിമും രണ്ട് സ്റ്റേജിൽ. ഒരു മുസ്ലിം പറയുന്നു പാടുണ്ടെന്ന്, മറ്റൊരു മുസ്ലിം പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് വിഷയത്തിലാണ്? ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്ത വിഷയമാണത്. കാരണം അള്ളാഹു തീർത്ത് ഒരു ചർച്ചയ്ക്ക് ഒരു അവകാശമേ ഇല്ലാത്ത രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്കതിന് തെളിവില്ലേ ഇല്ല. സൂറത്തുൽ മുഅ്മിനൂന്റെ അവസാനത്തിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ചർച്ചയ്ക്ക് വിധേയമായ വിഷയമേ അല്ല അത്. ലാ ബുർഹാന ലഹു ബി, അവർക്കതിന് ഒരു തെളിവുമില്ല. ഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, അവരവരുടെ നാഥനായ റബ്ബിൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം എന്നാ പറഞ്ഞത് റബ്ബ്. ഞാൻ അവരെ നരകത്തിൽ കടത്താമെന്നല്ല. കണ്ടില്ല റബ്ബിൻ്റെ ശൈലി? ഞാൻ ഇത്രയും വിശദമായിട്ട് ഖുർആനിൽ 112 തവണ പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രമെന്ന് പറയുന്ന ദുആ എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ട് ഈ കാര്യം ഈമാനാണ്, ഈമാനിനെ സംരക്ഷിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് എന്നതുകൊണ്ട് തന്നെ ഈമാൻ 437 തവണയാണ് ഖുർആനിൽ അല്ലാഹ് ചർച്ച ചെയ്തത്. എത്ര പ്രാവശ്യം? 437 തവണ. ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അവൻ്റെ ഇഷ്ടാനുസരണം നാട്ടുകാർ കാട്ടുന്നില്ലേ, അവിടെ ഉറുസ് നടക്കുന്നില്ലേ, അവിടെ പൂരം നടക്കുന്നില്ലേ, അവിടെ നേർച്ച നടത്തുന്നവർ അങ്ങനെ കാട്ടുന്നില്ലേ, എന്താ നമുക്കും കാട്ടിയാൽ? എത്ര ആൾക്കാർക്ക് പൂജാരിയുടെ അടുക്കലേക്ക് പോയിട്ട് കണക്കിപ്പിള്ളൻ്റെ അടുക്കലേക്ക് പോയിട്ട് ആ തട്ടിപ്പിൻ്റെ തങ്ങന്മാരുടെയും അതുപോലെ തന്നെ ഇസ്മിൻ്റെ പണിക്കാരുടെ അടുക്കലേക്ക് പോയിട്ട് എത്ര ആൾക്ക് രോഗം മാറി, എന്താ ഇങ്ങനെ കാട്ടിയാൽ എന്ന് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ട് അവിടേക്ക് എത്തുമ്പോൾ ആരോടോ നിന്നോട് ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞത്? ഇത് വിശ്വാസമാണ്, ഇത് ആദർശമാണ്, ഇത് തൗഹീദാണ്, ഇത് ഖുർആൻ സ്ഥാപിച്ച ഭാഗമാണ്, ഇവിടെ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല, റബ്ബിൻ്റെ കൽപ്പനയാണ് നടപ്പാക്കേണ്ടത് എന്നുള്ള തീർത്ത് പറഞ്ഞതിൽ അള്ളാഹുവിനെതിരിൽ അവൻ യുദ്ധം പ്രഖ്യാപിച്ചതുകൊണ്ട് അവൻ്റെ നാഥനാകുന്ന റബ്ബിൻ്റെ അടുക്കൽ പരലോകത്തിൽ അവന് വരട്ടെ, ഞാൻ അവന് കാണിച്ചു കൊടുക്കാം എന്നാണ് ഖുർആന്റെ ശൈലി. ഇപ്പോൾ മനസ്സിലായോ എന്തൊക്കെയാണ് ബുദ്ധി ഉപയോഗിക്കാൻ പാടുള്ളത്, എന്തൊക്കെയാണ് ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന്? അപ്പോൾ കർമ്മശാസ്ത്രപരമായ വിഷയമുണ്ട്. കർമ്മശാസ്ത്രപരമായ വിഷയത്തിൽ ഗവേഷണ വിധേയമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഗവേഷണ വിധേയമായ കാര്യങ്ങളിൽ ഇമാം അബൂ ഹനീഫയ്ക്ക് ഒരു അഭിപ്രായമുണ്ടായിരിക്കും, അയാളുടെ കൂടെ തെളിവുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം. ഇമാം ഷാഫിക്ക് ഒരു അഭിപ്രായമുണ്ടായിരിക്കും, അയാളുടെ കൂടെ തെളിവുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം. ഇമാം അഹ്മദ് ഹംബലിന് ഒരു അഭിപ്രായമുണ്ടായിരിക്കും, അയാളുടെ കൂടെ തെളിവുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഇമാം മാലിക് ബിൻ അനസ് അസ്ബഹിക്ക് ഒരു അഭിപ്രായമുണ്ടായിരിക്കും, അയാൾക്ക് അതിൻ്റെ കൂടെ തെളിവുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അതല്ല ഇത് ഗവേഷണ വിധേയമായ വിഷയമല്ല, ആദർശം. അതുകൊണ്ടാണ് കൂട്ടരെ കാബം കെട്ടുന്നതിന് മുമ്പ് റബ്ബ് പറഞ്ഞത്, ഇബ്രാഹിമേ എന്തിനാണ് നിങ്ങൾ കാബം കെട്ടേണ്ടത്? ആദർശ ക്ലിയറിങ്ങിന് വേണ്ടിയാണ്. ലക്ഷ്യം ആദർശമാണ് എന്നല്ലാതെ പ്രവർത്തനമല്ല. പ്രവർത്തനം ആദർശത്തിനോട് യോജിച്ച് വരുന്നതാണ്, പിന്നിൽ വരുന്നതാണ്. ആദർശം ക്ലിയർ അല്ലെങ്കിൽ പ്രവർത്തനത്തിന് ഫലമേ ഇല്ല എന്നർത്ഥം. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ഈ കാബം കെട്ടേണ്ടത് തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയെന്നോ, അല്ലെങ്കിൽ സഈ ചെയ്യുന്നവർക്ക് വേണ്ടിയെന്നോ, അല്ലെങ്കിൽ ഇഅ്തികാഫിരിക്കുന്നവർക്ക് വേണ്ടിയെന്നോ, അല്ലെങ്കിൽ നമസ്കരിക്കുന്നവർക്ക് വേണ്ടിയെന്നോ അല്ല റബ്ബ് പറഞ്ഞത്. ഈ കാബം കെട്ടേണ്ടത് എന്തിനാണ്? അല്ലാ തുശ്രികു ബി ശൈആ,
ആദർശം ക്ലിയറാക്കുന്ന, എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആ തത്വം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ശിർക്ക് നിർമാർജന കേന്ദ്രമാണ് കഅബം. അതുകൊണ്ടാണ് കൂട്ടരെ, നിങ്ങൾ ആ കഅബയിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി പറഞ്ഞത് മറ്റു പദങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് ആ ലക്ഷ്യം, ആ കഅബം കെട്ടാൻ ഉദ്ദേശിച്ച ലക്ഷ്യമാകുന്ന ലാ ശരീക ലക ലബ്ബൈക്. കഅബം നിർമ്മിച്ചത് എന്തിനാണ്? ശിർക്ക് നിർമാർജന കേന്ദ്രമായിട്ടാണ്. അപ്പോൾ ആ കഅബത്തിലേക്ക് പോകുന്നവരെന്ത് വേണം? കഅബത്തിലേക്ക് അള്ളാഹിനെ ലക്ഷ്യം വെച്ച് കൊണ്ടുപോകുമ്പോൾ ആ ലക്ഷ്യം അത് പറയണം. ഏത് ലക്ഷ്യം? കഅബം കെട്ടാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ ലക്ഷ്യം. അതേതാണ്? ലാ ശരീക ലക ലബ്ബൈക്. നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങളൊക്കെ മക്കയിൽ പോയി വന്നവരല്ലേ? മക്കയിൽ പോയി വന്നവരല്ലേ ഹാജിമാർ അല്ലേ? നേരിട്ട് കേരളത്തിൽ നിന്ന് വന്നവരുണ്ടോ? ആ, അല്ലെങ്കിൽ വന്നവരാണെങ്കിൽ വേറെ ഇനി ഇത് ഇഹ്റാമിൽ പ്രവേശിക്കാൻ പോകുമ്പോൾ നേരിട്ട് കഅബയിൽ പോയി വന്നവരാണെങ്കിൽ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? പ്ലെയിനിൽ വെച്ചിട്ട് ആ തൽബിയത്ത് മുഴക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പ്രശ്നം ആദർശമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിൽ നമുക്ക് വിശേഷിപ്പിച്ച ഭാഗങ്ങളിൽ പറയുന്നത് എന്താണ്? മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഹമ്മദിനെ പരിചയപ്പെടുത്താണ്. മുഹമ്മദ് ആമിനാൻ്റെ മകനാണ് എന്നല്ല, മുഹമ്മദ് അബ്ദുല്ലാന്റെ മകനാണ് എന്നല്ല, മുഹമ്മദ് ഖുറൈശി വംശത്തിൽപ്പെട്ട ആളാണ് എന്നല്ല, മുഹമ്മദ് മക്കയിൽ ജനിച്ച ആളാണ് എന്നതല്ല, അതൊന്നുമല്ല. പിന്നെയോ മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഹമ്മദിന്റെ ഡ്യൂട്ടിയാ പറയുന്നത്. മുഹമ്മദ് അള്ളാഹിന്റെ ദൂതരാണ്. ആദർശമാണ് അവിടെ. മുഹമ്മദ് അള്ളാഹു നിങ്ങൾക്ക് മുർസലായി നിയോഗിച്ച ദൂതരാണ്. മുഹമ്മദ് നിങ്ങളിലേക്ക് അള്ളാഹു തൗഹീദ് എത്തിച്ചു തരാൻ വേണ്ടി, ഖുർആൻ എത്തിച്ചു തരാൻ വേണ്ടി സെലക്ട് ചെയ്തതായ ആ ഡ്യൂട്ടി നിർവഹിക്കുന്ന വ്യക്തിത്വമാണ്. ഇനി അജ്മാലിന്നിട്ട് പലരും വന്നല്ലോ, ഇനി നമുക്ക് അതിനപ്പുറമുള്ളത് പറയാം. മുഹമ്മദിനെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതുപോലെ നിങ്ങൾ ഈ ജീവിക്കുന്ന നാട്ടുകാരെ എന്താണ് റബ്ബ് പരിചയപ്പെടുത്തുന്നത്? ഔസികളെന്നോ ഹസ്റജികളെന്നോ? ഖുർആനിൽ അങ്ങനെയുള്ള പദം നിങ്ങൾ കണ്ടോ? ഔസികളെന്നല്ല, ഹസ്റജികളെന്നല്ല, മദീനക്കാരെന്നല്ല, യമനിൽ പണ്ട് താമസിച്ചവരെന്നല്ല, അറബികളെന്നല്ല, അതൊന്നുമല്ല. മദീനക്കാരെ റബ്ബ് പരിചയപ്പെടുത്തുന്നത് പിന്നെയോ എന്താണ്? അൻസാറുകൾ. എന്താണ്? അൻസാറുകൾ. ഡ്യൂട്ടിയാണത്, ത്യാഗമാണത്, യത്നമാണത്, പ്രവർത്തനമാണത്. അള്ളാഹ്ക്ക് വേണ്ടത് ആദർശമാണ്. അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതായ യത്നങ്ങൾ, ആദർശം ക്ലിയറാക്കി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഡ്യൂട്ടിയാണത്. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ റസൂലിനെയും ദീനിനെയും മതത്തെയും അള്ളാഹുവിൻ്റെ മതത്തെയും സഹായിക്കാൻ രംഗത്തിറങ്ങിയവര്, ഈ ആദർശത്തെ സഹായിച്ചവര്. കേട്ടില്ലേ? അതെ, അവരെക്കാളും പ്രത്യേകതയുള്ള, അവരെക്കാളും പുണ്യമുള്ള മറ്റൊരു വകുപ്പിനെ അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ. ആരാണത്? ഞാൻ ആദ്യം അൻസാറുകളെ പറയാൻ കാരണം നിങ്ങൾ ഇരിക്കുന്നത് അൻസാറുകളെ നാട്ടിലായി എന്നതുകൊണ്ടാണ്. അൻസാറുകളെ നാട്ടിലിരിക്കുമ്പോൾ, അൻസാറുകളെ കുറിച്ച് ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാവണം അല്ലേ? അവരുടെ നാട്ടിലാണ് നിങ്ങൾ. അതെ, അങ്ങനെയുള്ളതായ ആ അൻസാറുകൾക്ക് മുമ്പ് അൻസാറുകൾ ആരെയാണ് സ്വീകരിച്ചത്? അവരെക്കുറിച്ച് എന്താണ് അള്ളാഹു പറഞ്ഞത്? മക്കക്കാരെന്നാണോ? ഖുറൈശികളെന്നാണോ? അറബികളെന്നാണോ? ഒന്നുമല്ല. എന്താണ്? മുഹാജിറുകൾ എന്നാണ്. എന്താണ്? മുഹാജിറുകൾ. അവിടെ യത്നത്തെക്കുറിച്ചാണ് പറയുന്നത്, പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, നമുക്ക് അള്ളാഹു വെച്ച പേരെന്താണ് കൂട്ടരെ? നമുക്ക് അള്ളാഹു വെച്ച പേര് നമ്മുടെ ഓരോരുത്തരെ പേരല്ല, അല്ലെങ്കിൽ മനുഷ്യന്മാർ എന്നതല്ല. പിന്നെയോ നാം ആദർശം ഉൾക്കൊണ്ട് കഴിഞ്ഞവരാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് പറഞ്ഞത് മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ എന്നാണ്. ഈ സത്യവിശ്വാസികളെ എന്ന ഓമന പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ റസൂലുള്ള ജീവിച്ച 13 വർഷത്തിലൂടെ ഇറങ്ങിയ ഒരായത്തിലും വിളിച്ചിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ കാര്യം?
ഇത് മക്കയിൽ റസൂലുള്ള ജീവിച്ച 13 വർഷത്തിലൂടെ ഇറങ്ങിയ ആയത്തുകൾ പരിശോധിച്ചാൽ അവിടെയൊന്നും യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന ഓമന പേര് കൊണ്ട് അള്ളാഹ് വിളിച്ചിട്ടേ ഇല്ല. എന്തുകൊണ്ട്? ഈമാനിൻ്റെ പരിപൂർണതയിലേക്ക് ഒരു മനുഷ്യന് എത്തൽ എപ്പോഴാണ് എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ആ ഈമാനിൻ്റെ കൂടെ അമല് വേണം, ഈമാൻ മാത്രം പോരാ. അമൽ എപ്പോഴാണ് ഉണ്ടായത്? നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതെല്ലാം എവിടുന്നാണ് നിർബന്ധമാകുന്നത്? നിങ്ങളിരിക്കുന്ന മദീനയിൽ നിന്നിട്ടാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അമല് കൂടി ഈമാനിൻ്റെ കൂടെ വന്നപ്പോൾ അള്ളാഹിൻ്റെ വിളി വരുന്നു, യാ അയ്യുഹല്ലദീന ആമനു. സൂറത്തുൽ ബഖറയിലൂടെ സത്യവിശ്വാസികളെ. അതിൽ യുദ്ധമുണ്ട്, അതിൽ യാതനകളുണ്ട്, വേദനകളുണ്ട്, മർദ്ദനങ്ങളുണ്ട്, അതിൽ ഹിജ്റയുണ്ട്, അതിൽ സമർപ്പണങ്ങളുണ്ട്, അതിൽ നമസ്കാരം മാത്രമല്ല, നോമ്പ് മാത്രമല്ല, സക്കാത്ത് മാത്രമല്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നാം ഈ പോയിന്റുകളൊന്നും മറക്കരുത്. ഞാൻ പറഞ്ഞു തന്ന പോയിന്റുകളൊന്നും മറക്കരുത്. കാരണം ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് കേട്ടാൽ അത് മറക്കൂല. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ മുമ്പ് വന്നവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, മദീനയിലേക്കും മക്കയിലേക്കും മുമ്പ് വന്നു പോയവർ അവരുടെ ജീവിതയാത്രയാകുന്ന ഹജ്ജ് യാത്ര അവർ മറക്കാറില്ല. അതിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ മറക്കാറില്ല. അവർ കണ്ട ഉഹദ് പർവ്വതത്തിൻ്റെ പരിസരത്തിൽ അവർ ഓർത്തതും അവർ പറഞ്ഞതും അവർ അള്ളാഹിനോട് ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും മറക്കാറില്ല. അതിനു മുമ്പ് അവർ റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗ്ഗത്തോപ്പിൽ നമസ്കരിച്ചതും എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചതും മറക്കാറില്ല. അതിനു പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമകൊള്ളുന്ന സ്ഥലത്ത് ചെന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ അവ്വല ഖലീഫത്തി റസൂലില്ലാഹ്, അസ്സലാമു അലൈക യാ ഉമർ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് സലാം പറഞ്ഞതെങ്കിൽ പറഞ്ഞ വ്യക്തി മറക്കാറില്ല. എന്നതുപോലെ അവൻ്റെ മരണം വരേക്കും അവൻ മറക്കാൻ പാടില്ലാത്ത സംഭവ വികാസങ്ങളാണ് ഈ യാത്രയിലൂടെ അള്ളാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മുഴുവനും ആദർശമാണ് കൂട്ടരെ, യത്നങ്ങളാണ് കൂട്ടരെ. ആദർശമായത് കൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് റബ്ബ് ആ കാബയെ നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞ ആദർശം ഉൾക്കൊള്ളുന്ന പദം ഉൾക്കൊള്ളാനാ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ മക്കയിൽ താമസിച്ചതായ കാലഘട്ടങ്ങളിൽ നിങ്ങളെ കൊണ്ട് അള്ളാഹിൻ്റെ ചിഹ്നങ്ങളെ കറക്കി. ഇനി നിങ്ങൾ താമസിക്കാൻ പോകുന്നവരാണെങ്കിൽ അങ്ങനെ, താമസിച്ച് വന്നവരാണെങ്കിൽ അങ്ങനെ, കഅബയിൽ കറങ്ങുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹിൻ്റെ ചിഹ്നങ്ങളെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഈ ചാൻസ് ലോകത്ത് എവിടെയും കിട്ടുകയില്ല. കാരണം ലോകത്ത് എവിടെയും മക്കയില്ല, കഅബയില്ല, മഖാം ഇബ്രാഹിമില്ല, ഹജറുൽ അസ്വദില്ല, സംസമില്ല, സഫയില്ല, മർവയില്ല, മുസ്ദലിഫയില്ല, മിനയില്ല, അറഫയില്ല. അതെല്ലാം ഒന്ന് മാത്രമാണ്. അത് മക്കയിലും പുണ്യഭൂമിയിലും മാത്രമാണ്. അതാണ് അള്ളാഹിൻ്റെ ചിഹ്നങ്ങൾ. നിങ്ങളെ അള്ളാഹ് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ആ ചിഹ്നങ്ങളെ പൊക്കി പിടിക്കാനാണ്. എന്നിട്ട് അതിലൂടെ അള്ളാഹിൻ്റെ സാമീപ്യം നേടാനാണ്. അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി മാറാനാണ്. ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് ഭാവി ജീവിതത്തിൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാവാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയാൻ കാരണം, വമൻ യുഅള്ളിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്.